Hi friends, Assalamu alaikum. Welcome back to Mirzas World. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കോംബോ ബോട്ടിലാണ് ചെയ്ത് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിമ്മിക്ക് ടൈപ്പിലുള്ള 2 ബോട്ടിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ വൈറ്റ് സ്പ്രേ പെയിൻ്റാണ് അടിച്ചെടുക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ബാക്കി കളറിംഗ് ഒക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വൈറ്റിൻ്റെ കൂടെ സെലക്ട് ചെയ്തിട്ടുള്ളത് റെഡ് അക്രിലിക് കളറാണ്. അപ്പോൾ നിങ്ങൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ലൈറ്റ് അക്രിലിക് കളറും നമുക്ക് ഈ ഒരു ബോട്ടിലിൽ അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ഹാഫ് പോർഷനിൽ നിന്നും മുകളിലേക്കും ഹാഫ് പോർഷനിൽ നിന്നും അടിയിലേക്കുമാണ് ഈ 2 ബോട്ടിലും നമ്മൾ കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ നമ്മൾ ഹാഫ് പോർഷനിൽ നിന്നും അടിയിലേക്കാണ് റെഡ് കളർ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് കളർ അടിച്ചെടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ കോട്ടായിട്ട് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ വൈറ്റ് കളർ അവിടെ എവിടെയും കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് റെഡായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മളത് കളർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ അടിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ സെക്കൻഡ് ബോട്ടിൽ അടിച്ചെടുക്കുന്നത്. സെക്കൻഡ് ബോട്ടിലിൽ നമ്മൾ മിഡിൽ പോർഷനിൽ നിന്ന് മുകളിലേക്കാണ് റെഡ് കളർ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ലൈറ്റ് കളറും നമുക്ക് ഡബിൾ കോട്ടായിട്ട് ആ ഒരു വൈറ്റ് കളർ കാണാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള കോംബോ ബോട്ടിലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ റെഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറുമാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ഫ്രെയിമിലും ഈ ഒരു സെയിം രീതിയിലുള്ള ആർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2 രീതിയിലാണെങ്കിലും നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളെ ഫ്രെയിമിലാണോ നമ്മൾ ബോട്ടിലാണോ ചെയ്യുന്നത്, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ അടിച്ചെടുത്തിട്ടുള്ള റെഡ് അക്രിലിക് കളർ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ആ ഒരു വൈറ്റ് പോർഷനിൽ നമ്മൾ റെഡ് അക്രിലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓരോരോ ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ലൈനിനെ നമ്മൾ വീണ്ടും വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറ് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ലുക്കായിട്ട് കിട്ടുള്ളൂ നമ്മളെ ബോട്ടിൽ. അപ്പോൾ നമ്മൾ 2 ബോട്ടിലും സെയിം രീതിയിൽ തന്നെ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ടിലിനെ ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതൊക്കെ നമ്മൾ കളർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള വർക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അതിലേക്ക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് നല്ല രീതിയിൽ ആയി കിട്ടണമെങ്കിലും നമ്മൾ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡായി വൾഗറായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കളർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന രീതിയിൽ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾ ലൈനായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ ലൈൻസും കുറച്ച് ചെറിയ ലൈൻസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒറ്റൊരു കളറ് അതായത് ഗ്ലിറ്റർ പൗഡർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഡബിൾ കളറായിട്ടുള്ള ഗ്ലിറ്റർ പൗഡർ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് റെഡ് ആയിട്ടുള്ള ഏരിയയിൽ സിൽവർ കളറും വൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ റെഡ് കളറും ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് റെഡ് ഗ്ലിറ്റർ പൗഡർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ ലൈനായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്ലിറ്റർ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു മിഡിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിലും നമ്മൾ ഈ ഒരു സെയിം രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്ലിറ്റർ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലിറ്റർ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ലൈനായിട്ട് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.